എജ്യുലൈറ്റ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പം LD ടൈപ്പിസ്റ്റ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ്റെ എക്സാം വന്നിരിക്കുകയാണ്. അപ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ PSC അപ്ലോഡ് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ എക്സാം ഡേറ്റും PSC നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഒക്ടോബർ 22-നാണ് LD ടൈപ്പിസ്റ്റ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ്റെ എക്സാം PSC പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് LD ടൈപ്പിസ്റ്റ് കമ്പനി കോർപ്പറേഷൻ്റെ സിലബസ് ഒന്ന് നോക്കാം. സിലബസിൽ വരുന്നത് GK, കമ്പ്യൂട്ടർ, ടൈപ്പ് റൈറ്റിംഗ്, മലയാളം, ഇംഗ്ലീഷ്, അങ്ങനെ 5 ടോപ്പിക്കുകളാണ് LD ടൈപ്പിസ്റ്റ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ്റെ സിലബസിൽ വരുന്നത്. അതിൽ GKൻ്റെ കൂടെ തന്നെ കറണ്ട് അഫയേഴ്സും വരും. അതുകൊണ്ടാണ് GK പ്ലസ് കറണ്ട് അഫയേഴ്സ് എഴുതിയത്. GK പ്ലസ് കറണ്ട് അഫയേഴ്സിന് 10 മാർക്കാണ്. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് 40 മാർക്ക്, ടൈപ്പ് റൈറ്റിംഗ് 10 മാർക്ക്, മലയാളം 20 മാർക്ക്, ഇംഗ്ലീഷ് 20 മാർക്ക്. അതിൽ GK എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ PSC എക്സാമിലുള്ള അതേ GK തന്നെ, അതിന് നമ്മൾ പഠിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേൾഡ്, ഇന്ത്യ, കേരളം, ആ 3ലും ഉൾപ്പെടുന്ന എല്ലാം പെടും. അവാർഡ്, കായികം, സിനിമ, അങ്ങനെ എല്ലാ മേഖലകളും ഉൾപ്പെടുന്ന തന്നെയാണ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഈ GK പ്ലസ് കറണ്ട് അഫയേഴ്സ് നമ്മളെ സാധാ എല്ലാ PSC എക്സാമിലും ഉള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ഉണ്ടാവുക. പിന്നെ കമ്പ്യൂട്ടറിൽ പറയുമ്പോൾ LD ടൈപ്പിസ്റ്റ് കമ്പനി ബോർഡ് എക്സാമിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഭാഗം കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആണ്. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിൽ ബേസിക് കമ്പ്യൂട്ടർ വരും. ബേസിക് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ സാധാരണ ഉള്ള ഔട്ട്പുട്ട് യൂണിറ്റ്, ഇൻപുട്ട് യൂണിറ്റ്, മെമ്മറി, പിന്നെ നമ്മളെ നെറ്റ്വർക്ക്, അതിന് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് വേർഡ് പ്രോസസ്സിങ്ങിൽ ബേസിക്കലി വരിക. പിന്നെ അതേപോലെ തന്നെ MS വേർഡ് 2007, MS എക്സൽ, പിന്നെ അതേപോലെ പവർ പോയിന്റ്, ആ 3 കൂടെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിൽ കൂടും. അങ്ങനെയാണ് മൊത്തം 40 മാർക്കിന് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ് വരിക. പിന്നെ ടൈപ്പ് റൈറ്റിംഗ് 10 മാർക്കിനാണ്. ടൈപ്പ് റൈറ്റിംഗിൽ വരിക ഹിസ്റ്ററി ഓഫ് ടൈപ്പ് റൈറ്റർ, ടൈപ്പ് റൈറ്ററിന്റെ പ്രധാനപ്പെട്ട പാർട്സ് ഓഫ് എ ടൈപ്പ് റൈറ്റർ, പിന്നെ അബ്രിവേഷൻസ്. പിന്നെ നമ്മൾ ടൈപ്പ് റൈറ്റിംഗ് ക്ലാസ്സുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കുറേ പഠിച്ചിട്ടില്ലേ, കുറേ ലെറ്റേഴ്സ്, ഗവൺമെന്റ് ഓർഡേഴ്സ് ഒക്കെ, അങ്ങനത്തെ ഫോർമാറ്റും കൂടി ഇവിടെ കുറച്ച് ഡിസ്കസ് ചെയ്യാനുണ്ടാവും. പിന്നെ മലയാളം 20 മാർക്സിനാണ്. മലയാളവും ഇംഗ്ലീഷും സാധാരണ PSC എക്സാമിനുള്ളതിൻ്റെ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരിക. മലയാളത്തിൽ നമ്മൾ പഠിക്കുന്ന സന്ധി, ഒറ്റപ്പദമാക്കുക, പിരിച്ചെഴുതുക, പിന്നെ അങ്ങനത്തെ നാനാർത്ഥം, പര്യായം, വിപരീതം, ശൈലികള്, പഴഞ്ചൊല്ലുകള്, കടങ്കഥ, പിന്നെ ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് തന്നത് നമ്മൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്നത്, അങ്ങനെ സാധാ PSC എക്സാമുകളിൽ ചോദിക്കുന്ന അതേ തന്നെയാണ് ഇവിടെയും 20 മാർക്കിന് മലയാളം ചോദിക്കുക. ഇംഗ്ലീഷ് ആവുമ്പോൾ ഇംഗ്ലീഷിലും ഇതേപോലെ തന്നെ മീനിങ്, ആന്റോണിംസ്, സിനോണിംസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, അങ്ങനെ ഇംഗ്ലീഷിലും സാധാ PSC എക്സാമിന് ചോദിക്കുന്ന അതേ കാര്യങ്ങൾ. ഇതിൽ നമുക്ക് വ്യത്യാസമായി വരിക ഒന്ന് കമ്പ്യൂട്ടറും ടൈപ്പ് റൈറ്റിംഗും മാത്രമേ ഉള്ളൂ. ബാക്കി GK, മലയാളം, ഇംഗ്ലീഷ്, ഈ 3 സാധാ PSC എക്സാമിന് ചോദിക്കുന്ന അതേ വസ്തുക്കൾ തന്നെയാണ് ഇവിടെയും വരിക. സോ ഈ 5 ടോപ്പിക്കും ഓരോന്നും എല്ലാത്തിനും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നമ്മൾ പഠിക്കണം. എങ്കിൽ മാത്രമേ LD ടൈപ്പിസ്റ്റിന്റെ സിലബസ് കവർ ചെയ്യാനും നമുക്ക് ഫുൾ എല്ലാ ഭാഗത്തു നിന്നുള്ള പോർഷൻസ് നിന്നും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിനുള്ള ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. സോ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ
നമ്മൾ ഈ 5 ടോപ്പിക്കും നമ്മൾ കവർ ചെയ്യും. നമ്മൾ ഈ എല്ലാ ടോപ്പിക്കും പഠിക്കുന്നതിന്റെ കൂടെ തന്നെ പ്രീവിയസ് ആയ ക്വസ്റ്റ്യൻസുകളും പ്രീവിയസ് എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഓരോ ടോപ്പിക്കും മുഴുവനായിട്ട് കവർ ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ഈ 5 ടോപ്പിക്കും കവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതും നമ്മൾ കൂടുതലായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യും. അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഓരോ ടോപ്പിക്കുമായിട്ട് എടുത്തു തുടങ്ങാം. താങ്ക് യു.